കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകുന്നതിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പിങ്കി ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ചടങ്ങ് നടത്താനായിട്ട് തന്റെ പപ്പ വരുമല്ലോ. ആ ഒരു സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് ഗിരിജി ഒരു സാരിയൊക്കെ ആയിട്ട് വരുവാണ്. ആഹാ, ഇതെന്താ ഗിരിജിറ്റ് പുതിയ സാരിയൊക്കെ ആയിട്ട്? എനിക്കാണെന്ന് ചോദിക്കാം. അതെ, പിങ്കി മോൾക്കല്ല, എനിക്ക് ചടങ്ങിന് ഉടുക്കാൻ വേണ്ടിട്ടാന്ന് പറയണം. ആ, അത് കൊള്ളാലോ. ഇപ്പൊ ചടങ്ങ് ആരുടെയാ? ഗിരിജിറ്റയുടെ വയറുകാണ ചടങ്ങാണോ നടക്കണമെന്ന് നിൽക്കോ? ഒന്ന് പോ പിങ്കി മോൾ എന്ന് പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് അങ്ങോട്ടേക്ക് മോഹിനി വരുവാണ്. ആഹാ, പുതിയ സാരിയൊക്കെ എടുത്തിട്ടുണ്ടോന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗിരിജ പറഞ്ഞു, അത് പിന്നെ എടുക്കാതിരിക്കുവോ? അതെ, പിങ്കിമോളുടെ ചടങ്ങല്ലേ വരാൻ പോകുന്നേ. പിങ്കിമോളുടെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്നില്ലെന്ന് നിൽക്കും. ഓ, അങ്ങനെയാണോ? അല്ല, ഈ ചടങ്ങ് നടത്തേണ്ട വല്ല കാര്യമുണ്ടോ പിങ്കി നിനക്ക്? നന്ദയുടെ കുഞ്ഞല്ലേ, പിന്നെ എന്തിനാ നീ ഈ ചടങ്ങ് നടത്തുന്ന? ആരാന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് നിന്റെ വയറ് ചടങ്ങ് വല്ലതും നടത്തേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗിരിജിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതെ, നിങ്ങളുടെ ഈ മനോഭാവമാണ് ശരിയല്ലാത്ത. അതെ, പിങ്കിമോളുടെ വയറ്റിലല്ലേ കുഞ്ഞു കിടക്കുന്നത്, പിന്നെ ചടങ്ങ് നടത്തുന്ന ആർക്ക് വേണ്ടിയാ? പിങ്കിമോൾക്ക് വേണ്ടിട്ടല്ലേന്ന് ചോദിക്കും. അല്ല, ഇതിനൊക്കെ പ്രൊഫസർ സമ്മതിച്ചോന്ന് ചോദിക്കുക. അത് സമ്മതിക്കാതിരിക്കേണ്ട എന്ത് കാര്യമുള്ള? സമ്മതിച്ചെന്ന് പറയാണ്. ഈ സമയം പിങ്കിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരണം. പപ്പയുടെ വോയിസ് മെസ്സേജ് ആണല്ലോ. അതെ, എപ്പോഴാ വരുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ വാങ്ങിച്ചോണ്ട് വരണമെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും പപ്പ വോയിസ് ഇട്ടിരിക്കുന്നത്. കേട്ട് നോക്കാന്ന് പറഞ്ഞോണ്ട് അത് സ്പീക്കറിൽ ഇട്ടിട്ട് കേൾക്കുകയാണ്. പിന്നീട് ഗിരിജ പറഞ്ഞു, ഒരു പക്ഷേങ്കിലേ വേറെ എന്തെങ്കിലും കൂടെ കൊണ്ടുവരണമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും വോയിസ് മെസ്സേജ് ഇട്ടേക്കെന്ന് പറയണം. ആ സമയം പിങ്കി ഇങ്ങനെ ആലോചിച്ചു, എന്തായിരിക്കും പോലും. അങ്ങനെയൊക്കെ ഓർത്തുകൊണ്ട് ആ വോയിസ് കേൾക്കുകയാണ്. അപ്പോഴേക്കും അതിനകത്ത് പ്രോഗ്രാം പറഞ്ഞിരിക്കുക. അത് പിങ്കി മോളെ, ഞാൻ കുറെ ആലോചിച്ചു, ഇന്നലെ രാത്രി മൊത്തം ആലോചിച്ചു മോളുടെ ചടങ്ങിന് വരുന്നതിനെ പറ്റി. പിന്നീട് ഞാൻ ഇതിനെപ്പറ്റി വനജയോടും ചോദിച്ചു. വനജ പറഞ്ഞ് നാണമില്ലെന്നാ ചോദിച്ചേ. കാരണം ആരാന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് പോയി എന്തിനാ അവളുടെ വയറ് ചടങ്ങ് നടത്തുന്നതെന്ന്? അതിന്റെ ആവശ്യമൊന്നുമില്ലെന്നാ ദേ മോളുടെ മമ്മ പറയണേ. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, എന്തായാലും വരുന്നില്ല എന്ന് തീരുമാനിച്ചു. ഇനിയിപ്പം മോളുടെ മമ്മയ്ക്ക് എന്തെങ്കിലും മനമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ വന്നേക്കാന്ന് പറയണം. മോള് വിഷമിക്കൊന്നും ചെയ്യരുത് എന്നും പറഞ്ഞുള്ള വോയിസ് മെസ്സേജ് ആയിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയായിപ്പോയി പിങ്കിക്ക്. മോഹിനി പറഞ്ഞു, കൊള്ളാം, നിന്റെ പപ്പായ്ക്ക് എന്തായാലും ബുദ്ധിയും വിവരമുണ്ട് പിങ്കി, നിന്നെപ്പോലെ ഒന്നും അല്ലാന്ന് പറയാണ്. അവർക്കറിയാം നന്ദയുടെ കുഞ്ഞാതെന്നുള്ള കാര്യം. അതുകൊണ്ട് ഇനിയിപ്പോൾ ആ കാര്യത്തിൽ ഒരു ടെൻഷൻ വേണ്ടെന്ന് പറയണം. പിങ്കിക്ക് അത് കേട്ടപ്പോഴത്തേനും നല്ല ദേഷ്യം വന്നു. കാരണം അത് മാത്രമല്ല പ്രോഗ്രാം പറഞ്ഞിരുന്നത്, അങ്ങനെ വയറ് കാണിച്ചടങ്ങ് നടത്തുവാണെങ്കിൽ എപ്പോഴേലും സമയത്ത് നടത്തുന്നുണ്ടെങ്കിൽ നന്ദയുടെ വീട്ടുകാരെയും കൂടെ വിളിക്കണമെന്ന്. കാരണം കുഞ്ഞു നന്ദയുടെ ആണല്ലോ, അപ്പൊ അവരും കൂടെ വന്ന് ചടങ്ങുകളൊക്കെ നടത്തണമെന്ന്. സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു പിങ്കിക്ക്. മോഹിനിക്ക് ഭയങ്കര സന്തോഷമായി. മോഹിനി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി കഴിയുമ്പത്തേനും പിങ്കി പറഞ്ഞു, പപ്പ എനിക്കിട്ട് പണി വന്നിരിക്കും, ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. തിരിച്ച് വോയിസ് അയക്കോടെ. പപ്പ എന്റെ കാണാൻ വരണ്ട, ഒരിക്കലും വരണ്ടെന്ന് പറഞ്ഞ് വോയിസ് അയച്ചു. ഈ സമയം ഗിരിജ ചോദിച്ചു, ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാന്ന് പറ, എല്ലാം തകർത്ത് കളഞ്ഞില്ലെന്ന് ചോദിക്കുകയാണ്. ഉള്ള സമാധാനം കൂടെ പോയെന്ന് പറയാണ്. ആ സമയത്ത് പവിത്ര അരുണും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക. അരുൺ പവിത്രയോട്, നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും അരുണേട്ടോട് ഞാൻ തുറന്നു പറയണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ, ഞാൻ പറഞ്ഞില്ല, അതെന്റെ തെറ്റാന്ന് പറയാണ്. ഒരുപക്ഷെ അന്ന് ഞാൻ അത് തുറന്നു പറഞ്ഞിരുന്നില്ലെങ്കിൽ, ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു, ഒരുപക്ഷെ അന്ന് നീ കാര്യം പറഞ്ഞായിരുന്നാല് ചിലപ്പോൾ എനിക്കിത് ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ പവിത്ര, എന്നോട് ദേഷ്യം ഇല്ലെന്ന് നിൽക്കണം. ദേഷ്യമോ? എന്തിന്? എനിക്കൊരു ദേഷ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് പവിത്രനെ ചേർത്ത് പിടിക്കുവാണ് അരുണ്. പെട്ടെന്ന് അരുൺ പറഞ്ഞു, നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും എന്റെ അച്ഛൻ അങ്ങനെ ഒരു ദുഷ്ടനായി പോയല്ലോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്തല്ലോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാ. അപ്പൊ ഇനി കുഴപ്പങ്ങളൊന്നും നമുക്കില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് ആരും പറഞ്ഞു, അങ്ങനെ പറയാൻ വരട്ടെ. എന്തേ, നിന്റെ അച്ഛനും ആ സജയനും ചേർന്ന് എന്നെ വിളിച്ചിരിക്കുക, നിന്റെ ജീവൻ നശിപ്പിക്കുന്നു. എന്റെ ജീവൻ നശിപ്പിക്കുന്നു? ഇനി എങ്ങനെയാ? അവരിങ്ങോട്ട് വരുമെന്ന്, ഇങ്ങോട്ട് വന്നിട്ട് ഈ വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ പറയുമെന്ന്. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ എന്റെ അമ്മയും വെല്ലുമ്മയൊക്കെ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. അത് ശരിയാ. അപ്പൊ ഇനി എന്ത് ചെയ്യും? എന്തെങ്കിലും വഴി ഉണ്ടാക്കിയാൻ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറയാണ്. ഇതേ അരുണേട്ടന്റെ ജീവിതം കൂടെ ഞാൻ കാരണം എന്തിനാ വെറുതെ നശിപ്പിക്കണേന്ന് ചോദിക്കാം. ഇതേ പവിത്ര, നീ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട, അത് വിഷയം വിട്ടാരെ, നിന്റെ മനസ്സിൽ ഇതൊന്നും വേണ്ടാന്ന് പറയാ. എന്നാലും അരുണേട്ട, അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം. എന്തൊരു വഴിയുണ്ടോന്ന് ഞാൻ നോക്കട്ടെ, എന്റെ മനസ്സിൽ ചില തന്ത്രങ്ങളൊക്കെ വരുന്നുണ്ട്, നമുക്ക് ആ വഴിക്കൊന്ന് പയറ്റി നോക്കാം എന്നും പറഞ്ഞിട്ട് അരുൺ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ആ സമയം അരുന്ധതി ഹാളിൽ വന്നിരിക്കുകയാണ്. അരുന്ധതിക്ക് ചായയൊക്കെ ഇട്ട് മോഹിനി അങ്ങോട്ട് വരുവാണ്. പെട്ടെന്ന് അരുന്ധതി പറഞ്ഞു, ആഹാ, ഇന്ന് കാക്ക മലർന്ന് പറക്കൂല്ലോ എന്ന് പറയണ. അതെന്താ അടുത്ത് അങ്ങനെ പറഞ്ഞ്? അല്ല, എനിക്ക് ചായയായിട്ട് വന്നിരിക്കുന്നു, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ, ആദ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട് പറഞ്ഞാന്ന് പറയാ. അതെ, എന്നെ അത്ര കളിയാക്കൊന്നും വേണ്ട, ഞാൻ ചായ കൊണ്ടെത്തന്നോർത്ത് എന്താ കുഴപ്പമിരിക്കുന്നത്? അല്ലെ, എനിക്കെപ്പോഴും ലക്ഷ്മിയല്ലേ കൊണ്ടു തരാറുള്ളൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയണം. ഓ, അങ്ങനെ എന്ന് പറയണം.
അപ്പോഴേക്കാണ് അങ്ങോട്ട് അരുൺ വരുന്നത്. അരുൺ വന്നിട്ട് ഇങ്ങനെ പമ്മി പമ്മി നിൽക്കുക. പെട്ടെന്ന് അരുൺ നീ എന്താടാ ഇങ്ങനെ നിൽക്കുന്നേ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടേ? അത് പിന്നെ ഞാൻ എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. എന്താ കാര്യം? എന്തേലും പറയാനാണെങ്കിൽ തുറന്നു പറയാ എന്ന് പറയാണ്. ഇത് കേട്ട് ഞാൻ അരുൺ പറഞ്ഞു, അല്ല അത് പിന്നെ ഞാനേ ഇന്ന് പവിത്രയുടെ അച്ഛനെ കണ്ടായിരുന്നു പറയാം. അയാളെയോ? അയാൾ എന്നിട്ട് എന്ത് പറഞ്ഞു? അയാൾ മുമ്പേ പറഞ്ഞേനെ 20 ലക്ഷം രൂപ കൊടുക്കണം, അല്ലെങ്കിൽ പവിത്രനെ വിട്ടു കൊടുക്കണം എന്ന് അയാൾ പറയുന്നത്. ഓഹോ, ഒരു കാര്യം പറയാൻ പറ്റില്ല നിനക്ക്, പവിത്രനെ അങ്ങോട്ട് വിട്ടു തന്നേക്കാന്ന്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ആരും പറഞ്ഞു, അല്ല അത് പിന്നെ ഞാന് അവിടെ നീ ഒന്നും മിണ്ടിയില്ലേ? നീ എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നീ ആളെ വെറുതെ വിട്ടു നിൽക്കും. ഇത് കേട്ടപ്പോ ആരും പറഞ്ഞു, ഞാൻ അങ്ങനെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ശരിക്കും ഞാൻ അങ്ങോട്ട് കൈകാര്യം ചെയ്യുമെന്ന് പറയണം. ഇതേടെ മോഹിനി പറഞ്ഞു, ഇത് വേണം, ഇത് നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നു. എന്റെ പൊന്നോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടന്നേനെ. അയാളെ പേടിച്ച് നമ്മൾ എന്തിനാ ഇരിക്കുന്നേ? അയാൾക്കിട്ട് ഒരു പണി കൊടുക്കണം, നേരത്തെ തന്നെ കൊടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയണം. അരുന്ധതി പറഞ്ഞു, അത് ശരിയാ, ഇപ്പോഴെങ്കിലും നിനക്ക് ബുദ്ധിയും ബോധം ഉണ്ടായല്ലോ എന്ന് പറയണം. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട് വല്യമ്മേ. എന്ത്? ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ എനിക്ക് നേരെ തിരിഞ്ഞെന്ന് പറയണം. തിരിഞ്ഞോ? അതെ, അയാൾ എന്നെ വെല്ലുവിളിച്ചിരിക്കുക, എന്റെ പവിത്രൻ ജീവൻ നശിപ്പിക്കുന്നു. നശിപ്പിക്കുന്നു. പിന്നീട് കാര്യങ്ങളൊക്കെ പറയണം, സജയനെ വെച്ച് പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അരുന്ധതി പറഞ്ഞിട്ട്, നീ എന്ത് പറഞ്ഞു? എന്ത് പറയാനായിട്ട്? അയാൾ സജയനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുമെന്ന്, സജയനെ കൂട്ടി വന്നിട്ട് എന്റെ പവിത്രയുടെ ജീവൻ നശിപ്പിക്കുമെന്ന്, ഇവിടെ വന്നിട്ടൊരു കള്ളക്കഥയൊക്കെ ഉണ്ടാക്കുമെന്ന്. ഇത് കേട്ടപ്പം മോഹിനി വെച്ചല്ല, പവിത്ര ഇതൊക്കെ അറിഞ്ഞിട്ടില്ലേ നിൽക്കും, അവൾക്ക് ദേഷ്യമെന്ന് പറയാണ്. ഓഹോ, ഇപ്പൊ അവള് നിന്റെ പക്ഷത്താണ് ചേർന്നിരിക്കുന്ന നിൽക്കും. അത് പിന്നെ അങ്ങനെയല്ലേ, അവൾക്ക് അവളുടെ വീട്ടുകാരെ കാണത്തില്ല, ഇപ്പൊ എന്റെ കൂടെ അവള് നിൽക്കുന്നേ. എടാ, അവളെ വിശ്വസിക്കില്ല, അവള് പ്ലേറ്റ് മാറ്റും, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാണ്. പക്ഷെ അവളോട് ദേഷ്യമില്ല അവളുടെ അച്ഛന്, ഇതേ വല്യമ്മയോടും അമ്മയോടും ദേഷ്യമുള്ള. അപ്പൊ നിങ്ങൾക്കെതിരെ നീങ്ങാനായിട്ട് അയാൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ കള്ളക്കഥയായിട്ട് വരുന്ന അതിന് വേണ്ടിട്ടാന്ന് പറയാ. ആഹാ, അങ്ങനെയാണോ? എന്നാ നിങ്ങൾ വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ അരുന്ധതി ആരെന്ന് അയാളെ ശരിക്കും അറിയിച്ചിട്ട് വിട്ടിട്ടുള്ളൂ, അയാൾ ആരെന്ന് വെച്ചാൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരട്ടെ എന്നൊക്കെ മോഹിനിയും അരുന്ധതിയും കൂടി പറയണം. അരുണിന് സന്തോഷമായി. അങ്ങനെ അരുൺ സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് നന്ദയുടെ ഫോണിലേക്ക് കോൾ വന്നു. അപ്പം നന്ദ എടുത്തിട്ടുണ്ട്, അതെ ഇന്ന് ഞാൻ വരുന്നില്ല സാർ, അറിയാലോ കല്യാണം കഴിഞ്ഞ് ആയതുകൊണ്ട് കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ നമ്മൾ നിൽക്കേണ്ടതെന്ന് ചോദിക്കുക, അതുകൊണ്ട് എനിക്കിന്ന് വരാൻ പറ്റില്ല എന്ന് പറയണം. ശരി എന്നൊക്കെ പറയണം. അങ്ങനെ ലീവൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്താണ് നന്ദ ആ കാഴ്ച കാണുന്നത്. അങ്ങോട്ടേക്ക് ഗിരിജ വന്നിട്ട് ഒരു പാഴ്സൽ വാങ്ങിക്കുന്നു. ഈ പാഴ്സൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ ഫുഡാണ്. അപ്പൊ ഫുഡാണ് പാഴ്സലായിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. അങ്ങനെ ഗിരിജ അത് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ നന്ദ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് സാരിക്കിടയിൽ അത് ഒളിപ്പിച്ചു വെച്ചു. പിന്നീട് നന്ദ ചോദിച്ചു, എന്താ ഗിരിച്ചിട്ട്? അല്ല, ഞാൻ പുറത്ത് വെറുതെ വെയിൽ കൊള്ളാൻ പോയതാ. ഇച്ചിരി വെയിലൊക്കെ ഉള്ളത് നല്ലതല്ലേ ശരീരത്തിന്, വൈറ്റമിൻ ഡി ഒക്കെ കിട്ടുമല്ലോ എന്ന് പറയാം. അത് ശരിയാ, വെയിലൊക്കെ കിട്ടുമെന്ന് പറയാം. പക്ഷേ എങ്കിലേ ഇപ്പം ചിറ്റ പോയത് അതിനല്ലല്ലോ, പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാനല്ലേന്ന് ചോദിക്കും. ഫുഡ് വാങ്ങിക്കാനാ? കള്ളത്തരം പറയണ്ട, ആ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന നിങ്ങൾ എടുക്കാൻ പറയണം. ഗിരിജയ്ക്ക് മനസ്സിലായി താൻ പിടിക്കപ്പെട്ടെന്ന്. പിന്നീട് ആ കവറിങ് എടുക്കുവാണ്. അല്ല, ഇപ്പൊ എന്തിനാ വല്യമ്മ അല്ല ചിറ്റ ഇതൊക്കെ മേടിച്ചെന്തിനാന്ന് ചോദിക്കണം. അത് പിന്നെ എനിക്ക് കഴിക്കാനായിട്ട്, എനിക്കെന്താ ഫുഡ് മേടിക്കത്തില്ല, പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് മേടിക്കത്തില്ല എന്ന് ചോദിക്കും. അത് ചിറ്റയ്ക്ക് കഴിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ പിങ്കിക്ക് കൊടുക്കരുത്. പിങ്കിക്ക് ഇങ്ങനത്തെ ഫുഡൊന്നും പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കരുത്, റെഡ് മീറ്റ് അല്ലെങ്കിൽ മീറ്റ് ഒന്നും വാങ്ങിച്ചു കൊടുക്കലെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് പിങ്കിക്ക് കൊടുക്കലെന്ന് പറയണം. അതെ, ഞാൻ തീരുമാനിച്ചോളാം എന്ത് ചെയ്യണമെന്ന്, എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗിരിജ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം നന്ദ ആലോചിച്ചു, ഓഹോ, എങ്ങനെ ഇവരുടെ പ്ലാൻ ഒന്ന് പൊളിക്കുന്നത്, എങ്ങനെയാണ് പൊളിച്ചാൽ മതിയാവുള്ളൂ, ഇത് പിങ്കിക്ക് വേണ്ടി വാങ്ങിയതാണെന്നറിയാം, അങ്ങനെയാണെങ്കിൽ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് നന്ദ നേരെ അടുക്കളയിലേക്ക് പോവാണ്. ആ സമയം ഗിരിജ മുറിയിലേക്ക് വന്നു. പിങ്കി ആകെപ്പാടെ വിശന്നിരിക്കുമായിരുന്നു. പിങ്കി പറഞ്ഞു, ഓ ചിറ്റ വന്നോ, ഇത്ര സമയമായിട്ടും ഞാൻ നോക്കിയിരിക്കുമായിരുന്നു, എന്താ വരാത്തേന്ന്, വിശന്ന മനുഷ്യന് കുടല് കത്ത് വന്ന് പറയാണ്. അത് മോളെ പെട്ടെന്ന് കഴിച്ചോട്ടോ, ആ നന്ദയെങ്ങാനും വന്നാൽ പ്രശ്നമാവും. അല്ല ചിറ്റയ്ക്ക് വേണ്ടേ? എനിക്ക് വേണ്ട മോളെ, ഞാൻ ആകപ്പെടെ മീനെല്ലാം കഴിക്കുള്ളൂ, പിന്നെ നല്ല ചിക്കനൊക്കെ ആണെങ്കിൽ ഒരു പീസ് അങ്ങനെ കഴിച്ചാലേ, ബീഫൊന്നും ഞാൻ കൈ കൊണ്ട് പോലും തൊടത്തില്ല എന്ന് പറയണം. ഓ അങ്ങനെയാണല്ലേ എന്റെ ചിറ്റ, ഇതൊക്കെ നല്ല പൊറോട്ടയ്ക്കകത്ത് മുക്കി ഈ ബീഫ് ഫ്രൈ ഞാൻ കഴിക്കുമ്പോഴത്തെ ടേസ്റ്റ് ഉണ്ടല്ലോ. ഓ എന്റെ മോളെ, ഇതൊക്കെ കഴിക്കുന്നതോട് പറഞ്ഞ് അവരുടെ നാവിൽ വെള്ളം ഊറും, പക്ഷെ ഞാൻ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് അതിനകത്തൊരു പ്രശ്നമില്ലെന്ന് പറയണം. എന്നാൽ ശരി മോള് കഴിക്കാൻ പറഞ്ഞിട്ട് പിങ്കിനെ അവിടെ പിടിച്ചിരുത്തുക. അങ്ങനെ പിങ്കി പൊറോട്ട ബീഫിനകത്ത് മുക്കി അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേനാണ് കഥയെ മുട്ടുന്ന കേട്ടെ. ആരാ ചിറ്റയെ വിളിക്കുന്നത്? ആരാന്നറിയത്തില്ല, മിക്കവാറും നന്ദയായിരിക്കും എന്ന് പറയണം. അയ്യോ പണിയായല്ലോ, ഒരു കാര്യം ചെയ്യേ, ചിറ്റ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി കഥ തുറക്കാം, ചിറ്റ കഴിക്കുന്നതായിട്ട് അഭിനയിച്ചാൽ മതി എന്ന് പറയണം. അത് ശരിയാ, അത് കൊള്ളാലോ എന്നോർത്ത് അവരവിടെ ഇരുത്തിയിട്ട് പിങ്കി പോയി കഥ തുറക്കുവാണ്. പെട്ടെന്ന് നന്ദനക്കണ്, എന്താ കാര്യം എന്താന്ന് ചോദിക്കുക. അല്ല നീ എന്താ ഫുഡ് കഴിക്കുവാന്ന് ചോദിക്കും. ഞാൻ കഴിച്ചൊന്നുമില്ല. പെട്ടെന്ന് നന്ദ അകത്തേക്ക് അങ്ങോട്ട് കയറുക. എന്താ കാര്യം? ഓ ഗിരിച്ചിട്ടാണോ കഴിക്കണമെന്ന് ചോദിക്കും. അതെ. അല്ല നീ പുറത്തുനിന്ന് ഫുഡ് മേടിച്ചായിരുന്നു പിങ്കിന്ന് ചോദിക്കുക. അതിപ്പോ ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചൊന്നുമല്ല, ഗിരിച്ചിറ്റയ്ക്ക് വേണ്ടി മേടിച്ചെന്ന് പറയണം. ഓ അങ്ങനെ വരട്ടെ,
എന്നിട്ട് ഗിരിച്ചിട്ട് കഴിക്കുന്നില്ലോ എന്ന് പറയാം. ഇതേ ഞാൻ കഴിക്കൂല്ലേ, കണ്ടില്ലേ എന്ന് ചോദിക്കും. എവിടെ കഴിക്കുന്നു, ഞാനൊന്നും കണ്ടില്ല, കഴിച്ചെന്ന് പറയണം. ഈ സമയം നന്ദ ചോദിച്ചു, അല്ല പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ പിങ്കി നീ എന്താ കഴിക്കുന്നത്, നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും ഫുഡ് വേണ്ടെന്ന് ചോദിക്കും. അത് പിന്നെ ഞാൻ താഴെ വന്ന് കഴിച്ചോളാം, ഞാൻ താഴേക്ക് കഴിക്കാൻ ഇറങ്ങി വരാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് നന്ദ ഇങ്ങോട്ട് കയറി വന്നതെന്ന് പറയാം. അപ്പൊ നന്ദയുടെ ഒരു പാത്രത്തിനകത്ത് കഴിക്കാനുള്ള ഫുഡ് അടച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു നന്ദ. ഈ സമയം നന്ദ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ആ ബീഫിന്റെയും പൊറോട്ടയുടെ മുന്നിൽ ഇങ്ങനെ ഗിരിജ നോക്കിയിരിക്കോ. ഗിരിജയ്ക്ക് കഴിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ കഴിക്കാനാ, ഗിരിജ കഴിക്കാത്ത സാധനമാണല്ലോ. പെട്ടെന്ന് നന്ദ പറഞ്ഞു, അതെ എന്നാ നോക്കിയിരിക്കുന്നത്, കഴിക്ക് ചിറ്റേന്ന് പറയണം. എന്ത് ചെയ്യാനാ, ഇതേ കഴിച്ചില്ലേ ഇപ്പൊ ഞാൻ വെല്ലുമനെ വിളിക്കുമെന്ന് പറയണം. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഗിരിജ ചേച്ചിയുടെ കഴിച്ച് വായിലേക്ക് വെക്കുവാണ്. ദൈവമേ വല്ലാത്തൊരവസ്ഥ, ഇതെങ്ങനെ ഇത് കഴിക്കും, അത് മൊത്തം കഴിച്ചു ചേർത്തിട്ട് അവിടെ നിന്ന് എഴുന്നേക്കാളെന്ന് പറയാം. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗിരിജയുടെ ഫ്യൂസ് പോയി. കാരണം ഇതെങ്ങനെ കഴിക്കാനാ, ഇതുവരെയായിട്ടും കഴിച്ചിട്ടില്ലാത്ത സാധനമാണ്. ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷൻ ആയി. കഴിക്കാതിരിക്കാൻ പറ്റില്ല, അങ്ങനെ കഴിക്കുവാണ്. ഈ സമയം പിങ്കി നോക്കി നിൽക്കുക. പിങ്കിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അല്ല നിനക്ക് വൈകുന്നേരം വല്ല സലാഡൊക്കെ അതൊക്കെ പോരെ, ഞാനത് ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ നീ അടുക്കളയിൽ പോയി ബുദ്ധിമുട്ടണ്ട, ഇപ്പൊ തന്നെ കഴിച്ചോളാൻ പറയണം. അല്ല അത് പിന്നെ പിങ്കി ഞാന്, അല്ല അത് പിന്നെ നന്ദയെ ഞാന്, എന്താ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, അല്ല കുഴപ്പമൊന്നുമില്ല, എന്നാ കഴിക്കാൻ പറയണം. അങ്ങനെ നന്ദ പിങ്കിക്ക് അത് കൊടുക്കുവാണ്. പിങ്കി അവസാനം അത് കഴിക്കുവാണ്. പിങ്കിക്ക് ദേഷ്യവും സങ്കടവും വന്നു. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയില്ലാതെ ആകെപ്പാട് ടെൻഷൻ അടിച്ച് ഗിരിജ തന്റെ പ്ലേറ്റ് ഇരുന്ന് മൊത്തം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങി ഓടാനും പറ്റില്ല, ഛർദ്ദിക്കാനും പറ്റില്ല, കാരണം നന്ദ ഇങ്ങനെ നോക്കി നിൽക്കുമല്ലേ. അപ്പൊ അങ്ങനെ നന്ദ രണ്ടുപേർക്കും നല്ല എട്ടിന്റെ പണി കൊടുക്കുന്ന വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം വരാട്ടോ. അപ്പൊ നമ്മളെല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും സമയങ്ങളൊക്കെ മാറ്റിയേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ ഗൗതമന്റെയും നന്ദയുടെയും വിശേഷങ്ങളൊക്കെ പ്രമോ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.